അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് ചങ്കള വിശേഷങ്ങളൊക്കെ? സുഖല്ലറായത്തല്ലേ? ഇന്നത്തോട് കൂടിയിട്ട് നമ്മളെ ഡ്യൂട്ടി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഡ്യൂട്ടി ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഓക്കെ, എനിക്ക് ഡ്യൂട്ടി ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഡ്യൂട്ടി ജോബും കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാൻ കൂടുതൽ ഒരിത് കിട്ടുള്ളൂ. പല വഴിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല ജോബുകൾ ആ വഴി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു 4-5 ജോബ് വേക്കൻസി ഉണ്ട്. അതിൻ്റെ മുമ്പായിട്ട് കഴിഞ്ഞ ഒരു ദമാമക്കൊരു വേക്കൻ്റ് ഉണ്ട്, നാട്ടിലുള്ള ആൾക്കാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ വാലും തലയില്ലാതെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുക. ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഒഴിവില്ല. ചില ആളുകൾ പാസ്പോർട്ട് മാത്രം മുട്ടിക്കണം, ചില ആളുകൾ പാസ്പോർട്ട് ലൈസൻസ് മുട്ടിക്കണം, ചില ആളുകൾ ഫോട്ടോസ് മാത്രം സെൻഡാക്കിക്കണം. ഞാനതിൽ പറഞ്ഞത് പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് ലാസ്റ്റ് പേജ്, നിങ്ങളെ ലൈസൻസിൻ്റെ ഒരു ഫോട്ടോ, അത് കോപ്പി ആയിക്കോട്ടെ കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ അടിപൊളി ഒരു ഫോട്ടോ, ഈ 3 കാര്യം. പിന്നെ അവരിപ്പോൾ ഇന്നൊരു 4 പേരെ കോൺടാക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 ആളുകളൊക്കെ കോൺടാക്ട് ചെയ്യാൻ കൊടുക്കലുണ്ട്. അപ്പോൾ 4 പേരെ കോൺടാക്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ആളുകളും IM ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. പ്ലേ സ്റ്റോറിൽ നിന്ന് IM ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഞങ്ങളെ കോൺടാക്റ്റ് ഡയറക്റ്റ് സെൻഡാക്കി കൊടുത്തിക്കാണ്. അപ്പോൾ അവർ IMൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ അറബിയിൽ നിങ്ങൾ സംസാരിക്കണം. അപ്പോൾ കുറച്ച് റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. എന്തായാലും അത്യാവശ്യം അറബിയും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അറിയുന്ന ഒരാൾക്കായിരിക്കും ആ ജോബ് ശരിയാവുക. അതുപോലെയുള്ള ജോബ് ഇനിയും കിട്ടട്ടെ, ഒരുപാട് ആളുകൾക്ക് ജോലി ആവട്ടെ. ഇപ്പം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നിന്ന് കിട്ടുന്ന എന്ത് വരുമാനം ഉണ്ട് നമ്മൾ ഇതിലൂടെ തന്നെ ചിലവഴിക്കും. കാരണം നമുക്ക് അൽഹംദുലില്ലാഹ് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു മാസത്തെ നെറ്റെങ്കിലും നമ്മളെ കൊണ്ട് കയറ്റി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ റാഹത്താവും, ഇല്ലാത്തവർക്ക് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഒരു 3-4 ജോബ് വേക്കൻസി ഉണ്ട്. അതിലൊന്നുള്ളത് റിയാദിൽ മുറൂജ് ഭാഗത്തേക്ക് ഒരു ഹൗസ് സ്റ്റെയർ വേക്കൻസി ഉണ്ട്. അതൊരു മാസത്തിനുള്ളൂ കേട്ടോ. അതിന് 2500 റിയാൽ സാലറി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ ഒരു 40 വയസ്സിൻ്റെ അകത്തുള്ള ആളുകൾ മെസ്സേജ് അയക്കും. ലൈസൻസും ഇക്കാമയും വാലിഡ് വേണം. ഓക്കെ, അപ്പോൾ റൂട്ടും കാര്യങ്ങളും അത്യാവശ്യം അറിയണം, ഭാഷയും കാര്യങ്ങളും അറിയണം. അപ്പോൾ അതിന് പറ്റുന്ന പോലെ മെസ്സേജ് അയക്കി അവരെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം കേട്ടോ. നമ്മളൊരു AC മെക്കാനിക്കിന് ഒരാളെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ആ കമ്പനിയിൽ നിന്ന് തന്നെ വേറൊരു വേക്കൻസി വന്നിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ ഫുള്ളായിട്ട്. ഈ വോയിസ് നിങ്ങൾ ശരിക്കും ഒന്ന് കേൾക്കണം കേട്ടോ. അത് പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ കമ്പ്യൂട്ടർ വലിയ വണ്ടിൻ്റെ ആക്ട്രോസ് ഉണ്ടല്ലോ, ട്രെയിലർ ആക്ട്രോസിൻ്റെ ബെൻസിൻ്റെ, അതിൻ്റെ കമ്പ്യൂട്ടർ മെക്കാനിക്കിന് ഒരാളെ ആവശ്യമുണ്ട്. അതായത് കമ്പ്യൂട്ടർ വണ്ടി സ്റ്റാർട്ടിങ് പ്രോബ്ലം അല്ലെങ്കിൽ മറ്റു ഗിയർ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നതാണെന്ന് കണ്ടുപിടിക്കണ മെക്കാനിക് ഉണ്ടല്ലോ കമ്പ്യൂട്ടറിൽ, അതിൻ്റെ ഒരാളെ ആവശ്യമുണ്ട്. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുള്ളൂ. സാലറിയും കാര്യങ്ങളും കുഴപ്പമില്ലാതെ കിട്ടും. ആളെ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ വിളിച്ചിട്ട് പോലെ അത് എത്തിപ്പാക്കാക്കും. ഇപ്പോൾ അവർ പറയണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് പ്രോബ്ലമോ അല്ലെങ്കിൽ ഗിയറിൻ്റെ എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ഇഞ്ചിൻ പരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ കാണിക്കുമ്പോൾ ഇന്ന ഭാഗത്താണ് ഇന്ന കംപ്ലൈൻ്റ് ആണ് എന്ന് അറിയുന്ന ആളുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മെസ്സേജ് അയക്കി. നല്ല അടിപൊളി ഒരു ജോബ് വേക്കൻസിയാണ്. ഓക്കെ, ലൊക്കേഷന് റിയാദിലാണ് കേട്ടോ. ഓക്കെ, പിന്നെ തനാസിലിൻ്റെയും സാലറിൻ്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് സംസാരിക്കുക. മസ്കറ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്, നാട്ടിലുള്ള ആൾക്കാണ് കേട്ടോ. പിന്നെ ജ്യൂസിൻ്റെ വർക്കും സാൻഡ്വിച്ചിൻ്റെ വർക്കും അറിയാവുന്നവർക്കാണ് മസ്കറ്റിലേക്ക് വേക്കൻസി ഉള്ളത്. 180 KD സാലറി ഉണ്ടാവും, റൂമും ഉണ്ടാവും, ഫുഡും ഉണ്ടാവും. അവർ പറഞ്ഞിട്ടുള്ളത് ഏജിൻ്റെ ലിമിറ്റ് 40 വയസ്സിനകത്തുള്ള ആളുകൾ മെസ്സേജ് അയക്കുക എന്നാണ് കേട്ടോ. ഇത് നാട്ടിലുള്ള ആളുകൾക്കുള്ള വേക്കൻസിയാണ്. ഓക്കെ, അപ്പോൾ GCCയിൽ ജോലി ചെയ്ത എക്സ്പീരിയൻസും ആണ് കേട്ടോ. നാട്ടിലത്തെ അല്ല, GCCയിൽ നിന്നിട്ട് ജോലി ചെയ്ത എക്സ്പീരിയൻസ്, അഥവാ ബഹ്റൈനിലോ ഖത്തറിലോ ദുബായിലോ സൗദിയിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഖത്തറിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്, ഒരു കുക്കിനെ ആവശ്യമുണ്ട്. അറബിക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരു കുക്കിനെ നമ്മളിതിന് മുമ്പ് വീഡിയോയിൽ ചെയ്തിരുന്നു. ആരും അതിൻ്റെ മെസ്സേജോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ 2000 റിയാൽ സാലറി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വേക്കൻസി ഉള്ളത്, അവർ ഏജിൻ്റെ ലിമിറ്റ് മറ്റേതിന് പറഞ്ഞിട്ടില്ല, ഒരു 40-45 വയസ്സിൻ്റെ ഉള്ളിലേക്കാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കും.
അതുപോലെ തന്നെ ഖത്തർ ലൈസൻസ് വാലിഡ് ഉള്ളവരും എക്സ്പയർ ഉള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളിയും. അവർക്ക് വേക്കൻസി ഉണ്ട്. ഒരു 1800 റിയാൽ ശമ്പളം, റൂമും ഉണ്ടാവും, ഫുഡും ഉണ്ടാവും. ഇനിയിപ്പോൾ അതല്ല സൗദിയിൽ വന്ന് തിരിച്ചു വരാൻ പറ്റണില്ല എന്നുള്ളത്, സൗദിയോ ബഹ്റൈനോ കുവൈത്ത് അവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്ക് സാലറി 1500 റൂമും ഫുഡും ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ചെറിയ എക്സ്പെൻസ് ഉണ്ട്. അതിന് താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ പിന്നെ 2 ദിവസം മുമ്പ് എനിക്കത് പോലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഷഫീഖ് ഭായി ഒരു വിസൻ്റെ പുറകെ പോയതാണ്. അപ്പോൾ കുറേ ആളുകൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഞാനിത് എനിക്കൊരു രൂപ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആർക്കും ഒരു കച്ചവടത്തിനും നിൽക്കലില്ല. ഞാൻ കിട്ടുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും അത്രയും ഞാൻ ശ്രമിച്ചു നോക്കും. കൂടുതൽ ക്യാഷ് പറയണം ഞാൻ എൻ്റെ വീഡിയോ തന്നെ പറയലില്ല. കാരണം എനിക്ക് താല്പര്യമല്ല. കാരണം നമുക്കറിയാലോ ഒരാളെ എത്രത്തോളം ഇത് ചെയ്തിട്ടാണ് ആ ക്യാഷ് മേടിക്കണം, അങ്ങനത്തെ എനിക്ക് താല്പര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളത് പറയാം, അല്ലെങ്കിൽ ചെറിയൊരു ക്യാഷ് പറയാം. പിന്നെ ജെന്യൂനായിട്ടുള്ള ആളുകൾ മെസ്സേജ് അയക്കുക. കാരണം മെഡിക്കൽ എടുക്കാൻ പറഞ്ഞ് അഡ്വാൻസ് മേടിച്ചിട്ട് മുങ്ങണ വലിക്കണ പരിപാടിക്ക് നിൽക്കരുത്. ഇനി എനിക്ക് ജോബ് വേക്കൻസികൾ തരുന്ന ആളുകളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പ്രൂഫ് എന്തെങ്കിലും എനിക്ക് തരണം. കാരണം ഒന്നും വിചാരിക്കരുത്. കാരണം പല ആളുകളും ചിലപ്പോൾ ഞാൻ പറയലുണ്ട് ക്യാഷ് കൊടുക്കണം ഇതാക്കണം എല്ലാം നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ മതി. എന്തെന്നെ ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് മെസ്സേജ് വരും, ഷഫീഖ് ഭായി നാളെ നിങ്ങളാ പറഞ്ഞ ആൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. കാരണം 10,000 20,000 30,000 ഇതൊക്കെ നാട്ടിൽ നിൽക്കുന്ന ആളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ട് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ശ്രമിച്ചു നോക്കുന്നത്. എനിക്ക് അങ്ങനത്തെ വേക്കൻസികൾ കിട്ടുമോ എന്ന് ഞാൻ തേടിക്കൊണ്ട് നടക്കും. അപ്പോൾ ഇൻഷാ അള്ളാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ചില്ലറ മേടിച്ചോളി, അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ നല്ലതാണ്. എനിക്കൊന്നും വേണ്ട, പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറയാം, അത് ജെന്യൂനായിട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ജിദ്ദയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളൊരു ഡ്രൈവർ ആവശ്യമുണ്ട്. 1800 റൂമാണ് ഉള്ളത്. ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അവർ 45 വയസ്സാണ് കേട്ടോ. സൗദി ലൈസൻസ് നിർബന്ധമായിട്ടും വേണം. എക്സ്പയറും കോപ്പിയും ഒക്കെ സ്വീകരിക്കും, അതൊന്നും കുഴപ്പമില്ല. ജിദ്ദയിൽ വണ്ടി ഓടിച്ച് പരിചയം വേണം. റിയാദിൽ ഓടിച്ച ആളുകളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണ്ട. ആളുകൾ റൂട്ട് അറിയും, അല്ലെങ്കിൽ പിന്നെ ലൊക്കേഷൻ നോക്കിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും പറ്റില്ല. അങ്ങനെ ജിദ്ദയിൽ വണ്ടി ഓടിച്ച ആളുകൾ വേണമെന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കട ഒരു ഷോപ്പൊക്കെ പറഞ്ഞാൽ അവിടേക്കാണ് പോകണം, അത് മേടിച്ചിട്ട് വരണം. അല്ല ലൊക്കേഷൻ നോക്കി അവർ കയറി നിന്നിട്ട് ലൊക്കേഷൻ തന്ന് ലൊക്കേഷനിൽ പോകാൻ നമുക്കൊക്കെ എല്ലാവർക്കും അറിയും. പക്ഷേ ഷോപ്പുകൾ പറഞ്ഞു തരും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് മേടിക്കണം ഇത് മേടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ അവിടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് വേണമെന്നില്ല പറഞ്ഞത്. ഓക്കെ. അപ്പോൾ അത് ചെറിയൊരു എക്സ്പെൻസ് അതിന് വരും. താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. അടുത്ത വേക്കൻസി നമുക്കുള്ളത് സൗദിയിലേക്ക് തന്നെയാണ് വേക്കൻസി ഉള്ളത് കേട്ടോ. ക്വിക്ക് കാർ സർവീസ് സെൻറ്ററിലേക്ക് 30 കാർ മെക്കാനിക്ക്മാരെ ആവശ്യമുണ്ട്. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് 2000 മുതൽ 2800 റിയാലും പ്ലസ് റൂമും ഉണ്ടാവും സാലറി. അതുപോലെ തന്നെ ഡ്യൂട്ടി ടൈം 8 മണിക്കൂറാണ് കേട്ടോ. അതുപോലെ തന്നെ അവർ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടോ. 4 സ്ട്രോക്ക് എൻജിന്, അതുപോലെ തന്നെ ഡ്യൂവൽ ക്ലച്ച്, വേരിയബിൾ വാൾവ് ടൈമിങ്, വാട്ടർ പമ്പ് എന്നിവയിലൊക്കെ നല്ല എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് എൻജിൻ, ട്രാൻസ്മിഷൻ, ഇലക്ട്രിക്കൽസ്, അതുപോലെ തന്നെ എൻജിൻ, ട്രാൻസ്മിഷന്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, അതുപോലെ സ്റ്റാരിങ്, സസ്പെൻഷൻ ഇതൊക്കെ അറിയുന്ന ആളുകളായിരിക്കണം കേട്ടോ. ഒക്കെ അത്യാവശ്യം കുറച്ചൊക്കെ അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനീ പറയുന്ന വാഹനങ്ങളൊക്കെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് വേണം കേട്ടോ. പിന്നെ മെർസിഡീസ് ബെൻസ്, BM, ഓഡി, ലെക്സസ്, വോൾവോ ഇതുപോലുള്ള ജഗ്വർ ഇതുപോലുള്ള വാഹനങ്ങളിലൊക്കെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് വേണം. ഓക്കെ. ഇൻഷാ അല്ലാഹ് എൻ്റെ കോൺടാക്ട് നമ്പർ 9895 331 557 98 95 331 557. കാരണം അത് 10 മിനിറ്റ് കഴിയാനായി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.